സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതൽ, അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ചാൽ അനുഗ്രഹമാണ്, സൗഖ്യമാണ്, സമൃദ്ധിയാണ്, നന്മയാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങനെ എത്രയോ നന്മകൾ നമുക്ക് ഉണ്ടാകുമെന്ന് ഒരുപാട് സന്ദേശങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള സന്ദേശത്തിൻ്റെ ആവശ്യം അവിശ്വാസികൾക്കാണ്, തുടക്കക്കാർക്കാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ആളുകൾക്ക്, യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾക്ക്, ആത്മീയ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന ആളുകൾ, ഇപ്പോൾ തന്നെ ദൈവം എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തു എന്ന് സാക്ഷ്യം പറയുന്ന ആളുകൾ പഠിക്കേണ്ടതായ പാഠം എന്താണെന്ന് വെച്ചാൽ, സുഖത്തിൽ മാത്രമല്ല കഷ്ടങ്ങളിലും, സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിന് നടുവിലും, എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും യേശു ക്രിസ്തുവിൽ സന്തോഷിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാരാംശമാണത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് കഷ്ടത ഉണ്ടാകില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ? യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണോ കൂടുതൽ കഷ്ടത ഉണ്ടാകുന്നത്, വിശ്വസിക്കാത്തവർക്കാണോ ഉണ്ടാകുന്നത്? ആർക്കാണ്? എന്തുകൊണ്ടാണ്? വിശ്വസിക്കാത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അടിക്കടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചീത്ത പറഞ്ഞാൽ ചീത്ത വിളിക്കും, ഇങ്ങോട്ട് വഴക്കുണ്ടാക്കിയാൽ അങ്ങോട്ട് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും അതൊക്കെ നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാനിടയാകുമെന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വഴക്കു പറയുന്നവരെ വഴക്കു പറയാൻ പാടില്ല, അടിക്കുന്നവരെ അടിക്കുവാൻ പാടില്ല, അപമാനിക്കുന്ന ആളുകളെ അപമാനിക്കുവാൻ പാടില്ല, വെറുക്കുന്ന ആളുകളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യണം. ദൈവത്തിന്റെ നാമനിമിത്തം ഉണ്ടാകുന്നതായ ലജ്ജയെ സഹിക്കേണ്ടതാണ്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മാറിയിരുന്ന് കരയണമെന്നാണോ പറയുന്നത്? അല്ലല്ലോ. പിന്നെന്തിനാണ് ചിലർ കരയുന്നത്? എന്നെക്കുറിച്ചാണ് പറയുന്നത്, എന്നെക്കുറിച്ചാണ്. എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുത് ആകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. വിശ്വാസികളായ നമുക്കും ദൈവം കഷ്ടത അനുവദിക്കാറുണ്ട്. കാരണം കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ നമുക്ക് അവൻ ആശ്വാസം നൽകുന്നതിനായിട്ട്. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർക്ക് ആശ്വാസം ഇല്ല. പണ്ട് നാം അമ്മേ ചോറ് താ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അമ്മ പറയും, എടാ നിൽക്ക്, അരി തിളയ്ക്കുന്നതേ ഉള്ളൂ. അരി തിളച്ചിട്ട് അത് വെന്ത് അതിനുശേഷം വാർത്തതിന് ശേഷം 10-15 മിനിറ്റ് അത് വെച്ചതിന് ശേഷമാണ് ചോറ് വിളമ്പി തരുന്നത്. ഇപ്പോഴെന്താണ്, അരി കുക്കറിലിട്ടാ പിന്നെ ക്യൂന്ന് അടിക്കും. കുയിന്ന് അടിക്കുന്നതിന് മുൻപ് തന്നെ ആളുകൾ അത് ചെന്നിട്ട് കത്തിയിട്ട് കുത്തിപ്പൊക്കാനിടയാണ്. കാരണം പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇന്നുള്ള മനുഷ്യർക്ക് ക്ഷമയില്ല. എല്ലാം ഫാസ്റ്റായിട്ട് നടക്കണം. ഒരു യഥാർത്ഥമായ ക്രിസ്ത്യാനി തിടുക്കമുള്ളവൻ ആയിരിക്കുകയില്ല, എടുത്തുചാടുന്ന സ്വഭാവമുള്ളവൻ ആയിരിക്കുകയില്ല. എടുത്തുചാട്ടം കാരണമായിട്ട്, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ കാരണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം പലവിധമായ നഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു യഥാർത്ഥ ദൈവവിശ്വാസി, ദൈവം തക്ക സമയത്ത് എനിക്ക് സകല കാര്യങ്ങളും നിർവഹിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ഒരിക്കലും എടുത്തു ചാടുകയില്ല. അയ്യോ വീഞ്ഞു തീർന്നുപോയി, വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി, ആളുകൾ വന്നിട്ട് ബഹളം വയ്ക്കും. മറിയ വന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് എന്താണ് പറഞ്ഞത്? എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല, എൻ്റെ സമയത്ത് ഞാൻ സകലതും ചെയ്യാം. സമയം വന്നപ്പോൾ അവൻ എന്താണ് ചെയ്തത്? കറക്റ്റായിട്ട് വീഞ്ഞ് എല്ലാവർക്കും കൊടുക്കുവാനിടയായി. അതേ കർത്താവാണോ നമ്മുടെ കർത്താവ്, അതോ വേറെ കർത്താവാണോ? ഉറക്കെ പറയുന്നില്ല. അതൊക്കെ ആ കാലത്തെ കാര്യമല്ലേ. ഇന്നങ്ങനെയൊക്കെ നടക്കുമോ? അന്നങ്ങനെ പ്രവർത്തിച്ച ദൈവത്തിന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ടോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ രീതിയിൽ നിത്യനായ ദൈവമാണ്. മറക്കരുത്, ക്ഷമ കാരണം നമ്മുടെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിക്കാതെയിരിക്കും. നമുക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ നിരാശപ്പെടരുത്. ഈ കഷ്ടതയിൽ ദൈവം ഏത് പാഠമാണ് പഠിപ്പിക്കുന്നത്? ഈ ക്ഷാമത്തിൽ ദൈവം ഏത് അത്ഭുതമാണ് ചെയ്യുന്നത്? ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ നോക്കിയപ്പോൾ ക്ഷാമം ഇല്ലാത്തയിടത്ത്, കുറവില്ലാത്തയിടത്ത് അത്ഭുതങ്ങൾ നടന്നിട്ടില്ല. പ്രതിസന്ധി ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെയും ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും
ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വിടുതൽ ദൈവം നൽകൂ. സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. നോക്കുക, ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം യേശുവിന്റെ സ്വരൂപത്തിലേക്ക് നാം മാറ്റപ്പെടേണ്ടതാണ്. ഒരുപാട് ആളുകൾ മക്കളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം മക്കളെ കൊടുക്കുവാനിടയായി. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് 9 മാസം ആ കുഞ്ഞിനെ ചുമന്ന് അവസാനം പ്രസവിക്കുന്നത് എല്ലാം വലിയ കാര്യമാണ്. എന്നാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കാര്യമെല്ലാം കഴിഞ്ഞു പോയോ? കുഞ്ഞ് ജനിച്ചു, ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് പോവുകയാണോ? എന്താണ്? കുഞ്ഞിനെ ശ്രദ്ധിച്ച് ഓരോ ദിവസം ചെല്ലുന്തോറും എന്താണ് സംഭവിക്കേണ്ടത്? ആ കുഞ്ഞ് വളർന്നു വരണം. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ ആരെ പോലെയാകണം? യേശുവിന്റെ മക്കൾ ആരെ പോലെ ആയിരിക്കണം? യേശുവിനെ പോലെ ആയിരിക്കണം. യേശുവിനെ പോലെ യേശുവിന്റെ മക്കളാകണമെങ്കിൽ, അങ്ങനെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടത് നടക്കുകയില്ല. കുഞ്ഞ് ജനിച്ചാലുടൻ തന്നെ വുഷ് എന്നും പറഞ്ഞ് വളരുകയാണെങ്കിൽ നന്നായിരുന്നു, അല്ലേ? ഈ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും ഒന്നും തന്നെ ആവശ്യമില്ലായിരുന്നു. ജനിച്ച കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ ആമേൻ എന്ന് പറയുമ്പോൾ അവൻ കോളേജിൽ ചേരുകയാണെങ്കിൽ പിന്നെ നിനക്ക് വലിയ തലവേദനയായിരിക്കും, അല്ലേ? എന്താണ്? നീ പെറ്റു വളർത്തിയിട്ട്, നീ ചോറ് വാരിക്കൊടുത്ത്, നീ കുളിപ്പിച്ച് വളർത്തി വലുതാക്കിയതായ കുഞ്ഞ് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാക്ക് അവൻ അനുസരിക്കുകയേയില്ല. എന്താണ്? എന്നാൽ ആ കുഞ്ഞിനെ നാം വളർത്തേണ്ട രീതിയിൽ ശീലിപ്പിച്ച് അനുസരിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ വലുതാകുമ്പോൾ അവൻ ഉന്നതനായ ഒരു വ്യക്തിയായിട്ട് മാറുവാൻ കഴിയും. അതുപോലെ ദൈവമക്കളും വിശ്വാസം പഠിക്കണം. നമുക്ക് ചില പരീക്ഷകൾ പാസ്സാകേണ്ടതുണ്ട്. ശോധനയുടെ വേളകളിൽ 2 മാർഗമുണ്ട്. ഒന്ന് വിശാലമായ മാർഗം, ഒന്ന് ഇടുക്കമായ മാർഗം. എന്തെങ്കിലും കഷ്ടത വരുമ്പോൾ ആഹാരമില്ലാതെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് ചെന്നിട്ട് എവിടുന്നെങ്കിലും കടം വാങ്ങുന്നത് ഒരു മാർഗമാണ്. കർത്താവേ നിന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് അത് മറ്റൊരു മാർഗം. വിശ്വാസിയുടെ വഴി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അവിശ്വാസികൾ ആണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. തെറ്റു ചെയ്യുന്ന സമയത്ത് മനസ്സാക്ഷി കുത്തിനോവിപ്പിക്കുമ്പോൾ, കുറ്റബോധം ഉണ്ടാകുമ്പോൾ, വിശ്വാസികളാണെങ്കിൽ കർത്താവേ ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അവിശ്വാസികളാണെങ്കിൽ എന്തു ചെയ്യും? പോയി മദ്യപിച്ചിട്ട് ആ സങ്കടം അല്ലെങ്കിൽ ആ ദുഃഖത്തെ താൽക്കാലികമായി സഹിക്കുവാൻ വേണ്ടി നോക്കും. ഒരു നിമിഷം ചിന്തിക്കുക, നാം യേശുവിന്റെ പൈതങ്ങളായി മാറിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉള്ളവരായിട്ട്, കർത്താവ് നൽകുന്നതായ ശോധനകൾ സഹിക്കുന്നവരായിട്ടാണോ? സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്താണ് പറയുന്നത്? നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകുന്നു. നിനക്കങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നു, നല്ലൊരു സ്വഭാവം ഉണ്ടാകുന്നു. നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം കാരണം നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം നിനക്ക് രൂപപ്പെട്ടു വരും. നിന്റെ സ്വഭാവം എന്താണെന്ന് നിന്റെ പ്രവൃത്തികളിൽ കൂടി നീ കാണിച്ചു കൊടുക്കും. യേശുക്രിസ്തുവിന്റെ മക്കൾക്ക് ആവശ്യമുള്ളത് സിദ്ധതയാണ്. നോക്കുക, കരിസ്മ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? നമുക്കിന്നറിയാം, അനേകം സിനിമ ആക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ കാലത്ത് അവർ കരിസ്മാറ്റിക് മൂവ്മെന്റ് ഒക്കെ നടത്താറുണ്ട്. നേരത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരുന്നതായ വാക്കാണത്. എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ലോകക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഒരു പ്രഭാവമാണ്. പ്രഭാവം, ശ്രേഷ്ഠത, പ്രത്യേകത. ചില ആളുകളെ നോക്കിയാൽ അവരെ കണ്ടാൽ തന്നെ നമുക്ക് ആകർഷണീയത തോന്നും. അവരുടെ വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ആകർഷണീയത തോന്നും. എന്നാൽ മറ്റു ചിലരുടെ അഭാവങ്ങളിൽ, അതുപോലെ ശരീര സൗന്ദര്യത്തിൽ, ചിലരുടെ വ്യക്തിപ്രഭാവം, CEO പോലെയുള്ള ആളുകളെ നോക്കുക, അവർക്ക് വളരെ സാമർഥ്യമുള്ളവരാണ്. അതാണ്, ഓരോരുത്തർക്ക് ഓരോരോ പ്രത്യേകതകൾ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിലുള്ള കരിസ്മ എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്? നിങ്ങളിലെ പ്രത്യേകത എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ദൈവം വേർതിരിവ് കാട്ടുന്ന ദൈവമല്ല. ചില ആളുകൾക്ക് വളരെ പ്രത്യേകതയും കഴിവും ഒക്കെ കൊടുത്തിട്ട് കുറെ ആളുകളെ ഒന്നിനും കൊള്ളാത്തവരായി സൃഷ്ടിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നിങ്ങൾ പറയും, എൻ്റെ തലവിധിയാണ്, എൻ്റെ തലവരയാണ്. നിങ്ങളുടെ തലവിധിയല്ല, തലവരയല്ല, നിന്റെ വിധിയാണ്. നീ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവം നമ്മെ തള്ളിക്കളയില്ല. ദൈവം ഓരോ വ്യക്തികളെയും പ്രത്യേകതകൾ കൊടുത്തിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നാം അത് തിരിച്ചറിയുന്നില്ല. അവയെ നാം മിസ്യൂസ് ചെയ്യുകയാണ്, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നാം അതിന് വില കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ കരങ്ങളില്
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരുടെ കഴിവുകളെയും എല്ലാം സമർപ്പിച്ചു കൊടുക്കുന്നതായ സമയത്ത് അവരുടെ ജീവിതം അനുഗ്രഹീതമായിട്ട് തീരുന്നു, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറുന്നു. എന്നാൽ ആരാണോ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്നത്, അവയെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അവരുടെ ജീവിതം വൃഥാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വചനഭാഗങ്ങൾ ഇവിടെ വായിക്കുവാൻ പോവുകയാണ്. ബൈബിൾ കൊണ്ടുവന്നവർ തുറന്ന് വായിക്കുക, അല്ലാത്തവർ നന്നായിട്ട് ഗ്രഹിച്ച് അത് മനസ്സിലാക്കി എടുക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തുകൊണ്ട് തൻ്റെ മകനായിട്ട് വളർത്തി. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. എന്താണ്? വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. അവൻ രാജാവായി തീരേണ്ടതായ ഒരു വ്യക്തി ആയിരുന്നു. എന്നാൽ മിസ്രൈമിന്റെ രാജാവാകാൻ വേണ്ടി അവൻ തീരുമാനിച്ചില്ല. മോശ വളർന്നപ്പോൾ മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കുന്നതാണ് വലുതെന്നെണ്ണി അല്പകാലത്തെ സുഖം അനുഭവിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ മക്കളോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നതാണ് നല്ലതെന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നതായ ഒരു വലിയ നേതാവായിട്ട്, അനേകരെ വിടുവിച്ചു കൊണ്ടുവരുന്നതായ ഒരു വലിയ നായകനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. സ്വർഗീയ ശക്തിയെ ഭൂമിയിലേക്ക് ഇറക്കുവാൻ കഴിയുന്ന ദൈവദാസനായിട്ട് മാറി. ഈ ദിവസം നിനക്കുണ്ടായിരിക്കുന്ന സാമർഥ്യം എന്താണോ, നിനക്കുണ്ടായിരിക്കുന്നതായ പ്രത്യേകത എന്താകുന്നുവോ, നിനക്കുണ്ടായിരിക്കുന്നതായ ആ ശ്രേഷ്ഠത വിശേഷത എന്താകുന്നോ, അത് നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചാൽ ആ സ്വഭാവമാണ് ഏറ്റവും വലിയത്. എനിക്കുള്ള സൗന്ദര്യത്തെ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. എനിക്കുള്ളതായ ബുദ്ധിയെ ഞാൻ വഞ്ചന ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കില്ല. എനിക്കുണ്ടായിരിക്കുന്നതായ ബലത്തെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ഞാൻ ഉപയോഗിക്കത്തില്ല എന്നൊരു തീരുമാനം നാം എടുക്കണം. ദാനിയേലും സൗന്ദര്യമുള്ളവനായിരുന്നു, കോമളനായ വ്യക്തിയായിരുന്നു. അവനെ നോക്കിയപ്പോൾ അവന്റെ മുഖം ശോഭയുള്ളതും മാംസപുഷ്ടിയുള്ളതുമെന്ന് കാണപ്പെട്ടു. എന്നാൽ അവന്റെ സൗന്ദര്യം അവൻ വിശുദ്ധിയോടെ കാത്തു. രാജഭോജനം, രാജാവിന്റെ ലഹരി പദാർത്ഥങ്ങൾ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന്. ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അതുകൊണ്ട് എൻ്റെ ശരീരത്തെ അശുദ്ധിയാക്കുകയില്ല എന്ന് തീരുമാനിക്കുവാൻ ഇടയായി. ഈ ദിവസം നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വത്താണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ജീവിതത്തിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രത്യേകതയെങ്കിലും കാണും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. നിങ്ങളോട് ആരെങ്കിലും, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാകട്ടെ, അവരോട് ചോദിക്കണം, അമ്മേ എൻ്റെ പ്രത്യേകത എന്താണെന്ന്. കാരണം അമ്മയ്ക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാം. എന്നിലെ കുറവെന്താണെന്ന്, ബലഹീനത എന്താണെന്ന് ചോദിക്കുക. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് പിന്നെ അഹങ്കാരമുണ്ടാകും. അതുകൊണ്ട് നിന്റെ കുറവെന്താണെന്നും ചോദിക്കുക. തീർച്ചയായിട്ടും നിന്റെ ബലഹീനത എന്താണെന്ന്, നിന്റെ കുറവെന്താണെന്ന് അമ്മ തീർച്ചയായും നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയാവുക തന്നെ ചെയ്യും. തീർച്ചയായും ഏതോ ഒരു പ്രത്യേകത നിന്നിലുണ്ട്. എന്നിലുള്ളതായ പ്രത്യേകത ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ കരമുയർത്താമോ? ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർക്ക് പ്രത്യാശ കിട്ടിയിട്ടില്ല. എന്താണ്? സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും നൽകുന്നു. നിന്റെ ബലഹീനതയെ ദൈവം സ്ട്രോങ് ആയിട്ട് മാറ്റുവാനിടയാകും. മോശയ്ക്കൊരു വീക്ക്നെസ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്? മുൻകോപം. 2 പേർ തമ്മിൽ തല്ലുന്നത് കണ്ടിട്ട് ഒരാളെ പോയി കൊന്നു. അത്രേ എടുത്തുചാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. മുൻകോപം കൊണ്ട് എടുത്തുചാടി 2 പേർ കലഹിച്ച സമയത്ത് ഒരാളെ കൊല്ലുവാനിടയായി. അങ്ങനെയൊരു ബലഹീനതയുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കാര്യത്തിൽ വീണപ്പോൾ എന്താണ് പറ്റിയത്? എൻ്റെ ദാസനായിരിക്കുന്നതായ മോശ എന്താണ്? ഏറ്റവും സൗമ്യതയുള്ളവനാണ്. ഇവിടെ സാമർഥ്യമുള്ളവൻ എന്ന് പറഞ്ഞ, അതായത് വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യൻ ആയിരുന്നു എന്നാണ് കാണുന്നത്. മോശയുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ വിക്ക് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. എനിക്കും ചില സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ പലപ്പോഴും വിക്ക് ഉണ്ടാകാറുണ്ട്. ചില സമയത്തുണ്ടാകും. വേഗത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾ, അയ്യോ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ പറയും, നിങ്ങൾ സാവധാനത്തോടെ സംസാരിക്കൂ. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. നമ്മൾ പേടിച്ചിട്ട് ടെൻഷൻ അടിച്ച് സംസാരിക്കുമ്പോഴാണ് ഭയപ്പെടുകയും വിക്കുവിരിയുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സാവധാനത്തോടെ സമാധാനത്തോടെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുകയില്ല. അതുപോലെ മോശയ്ക്ക് വിൽക്കേണ്ടായിരുന്നു എന്ന് അവൻ തന്നെയാണ് പറയുന്നത്.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മെക്കുറിച്ച് കൂടുതൽ അപകർഷത തോന്നാറുണ്ട്, കൂടുതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം. എന്നിലുള്ള ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് ഈ ബലഹീനതയുണ്ട്, ഈ കുറവുണ്ട്, എനിക്ക് ഈ കുറവുണ്ട്, എനിക്ക് ഈ ബലഹീനതയുണ്ട് എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ ഈ വീക്ക്നെസ് ഉണ്ട്, അയ്യോ ഈ കുറവുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. ഒരു പയ്യനിരുന്ന് കരയാണ്, 10 തോറ്റുപോയി, 10 തോറ്റുപോയി, 10 തോറ്റുപോയി, 10 തോറ്റുപോയി. 10 തോറ്റവരാരും തന്നെ വലിയ ആളുകളായിട്ട് മാറിയിട്ടില്ലേ? 10th ക്ലാസ്സിൽ അവർ തരുന്ന സർട്ടിഫിക്കറ്റ് ആണോ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? നിനക്ക് അതിനേക്കാൾ വലിയ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് എപ്പോഴും പഠിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞവരെ നിർബന്ധിക്കരുത്. പഠിച്ചാൽ നല്ലതാണ്, എന്നാൽ പഠനത്തോടല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും മേഖലയിൽ കഴിവുള്ളവരാണെങ്കിൽ, ക്രിയേറ്റീവ് മൈൻഡുള്ളവരാണെങ്കിൽ ചിലവർക്ക് അതാണ്, അവർക്ക് പഠനത്തോട് അത്ര പ്രത്യേകത കാണില്ല. അവരുടെ ഭാവനയിൽ വലിയ ആളുകളായിട്ട് അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവാനുള്ള ആഗ്രഹമായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത്. വലിയൊരു ഇൻവെൻഷൻ നടത്താനുള്ള തയ്യാറെടുപ്പായിരിക്കും. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക. അവരുടെ ബലഹീനതയെ ഓർമ്മിപ്പിക്കരുത്. അവർക്ക് എന്താണോ ഇല്ലാത്തത് അതല്ല, അവർക്ക് എന്താണോ കഴിവുകൾ ഉള്ളത് അതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുക. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് പരാജയങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും നന്നായിട്ടാണ് മാറുന്നത്. ഈ പരാജയം നീ സഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വിജയത്തെ നിനക്ക് കാണുവാൻ കഴിയുകയില്ല. ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളിൽ വിജയം നൽകുന്നതിന് വേണ്ടിയാണ് ചില സന്ദർഭങ്ങളിൽ ദൈവം നിനക്ക് പരാജയം നൽകുന്നത്. ഈ വഴി അടഞ്ഞിട്ടല്ലാതെ ആ വഴിയിലേക്ക് നീ പോവില്ല. ദൈവം ഒരു വഴി അടയുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു വഴി തുറക്കും. ഒരിക്കലും നിരാശപ്പെടരുത്. എനിക്കെന്തുകൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ഒരുവൻ പറഞ്ഞ എൻ്റെ തലച്ചോറ് മുഴുവൻ കളിമണ്ണാണെന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. ദൈവമാർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ദൈവം നല്ല തലച്ചോറാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന തലച്ചോറ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വരും, എന്നാൽ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ആർക്കും തന്നെ മണ്ണായിട്ടുള്ളത് അവർക്ക് കൊടുത്തിട്ടില്ല. വലിയ അധികാരികൾ പോലും അവരുടെ ബ്രെയിനിന്റെ 1% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം കൊടുത്തിരിക്കുന്ന ബ്രെയിനിൽ ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, എന്നാൽ അത് അവർ ഉപയോഗിക്കുന്നില്ല. നാമും അങ്ങനെയാണ്. നമ്മുടെ തലച്ചോറ് ചെറിയൊരു കേന്ദ്രം എടുത്തിട്ട് ആ കേന്ദ്രത്തിന് ചുറ്റും തിരിയുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഉപയോഗിക്കുന്നില്ല. ദൈവം ആർക്കും കളിമണ്ണിന്റെ തലച്ചോർ കൊടുത്തിട്ടില്ല, കഴിവില്ലാത്തവരായി സൃഷ്ടിച്ചിട്ടില്ല, ദൗർഭാഗ്യവനായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, ഒന്നുമില്ലാത്തവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ഈ ദിവസം നിനക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ പകുതി പ്രശ്നം അവിടെ തീർന്നിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലുള്ള നന്മ എന്താണ്? 99 പരാജയമാണ് ശരി, എന്നാൽ 1% ഉള്ള ആ വിജയം എന്താണ്? നിനക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? നിന്നിലുള്ളതായ പ്രത്യേകത എന്താണ്? അത് നീ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്താൽ അത് 100 മടങ്ങായിട്ട് വർദ്ധിക്കും. അത് 100 മടങ്ങായിട്ട് അനുഗ്രഹിക്കപ്പെടും. ഒരു അടിമയായിട്ട് വിൽക്കപ്പെട്ടു പോയതായ യോസേഫ്, എൻ്റെ ജീവിതത്തിൽ എത്രയോ കഷ്ടങ്ങളുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ, ഞാൻ എത്രയോ ദർശനങ്ങൾ കണ്ടവനാണ്, എൻ്റെ അപ്പൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇപ്പോൾ ഞാനൊരു അടിമയായി മാറിയിരിക്കുന്നു, ഞാനൊരു അടിമയായി തീർന്നിരിക്കുന്നു, ഞാൻ അടിമയായി പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അവനെ ആക്കിയിരുന്നിടത്ത് അവൻ വിശ്വസ്തയോടെ നിന്നു. അവൻ ആയിരുന്നിടത്ത് നല്ലൊരു സ്വഭാവം, നല്ല വ്യക്തിത്വം ഉള്ള വ്യക്തിയായിട്ട് ജീവിച്ചു. ഒരു പരസ്ത്രീ വന്നിട്ട് അവന്റെ വസ്ത്രം പിടിച്ച് അവളോടൊപ്പം ശയിക്കാൻ നിർബന്ധിച്ചപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞു. തെറ്റാണ്, നീ യജമാനന്റെ ഭാര്യയാണ്. അതാണ് അവന്റെ സ്വഭാവം. ശീമോന പത്രോസിന്റെ അടുക്കൽ പണം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതാ പണം വാങ്ങൂ, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ചെയ്തോ? കുറച്ചുകൂടി പണം തരാൻ പറഞ്ഞോ? എല്ലാ മാസവും തരാൻ വേണ്ടി പറഞ്ഞോ? 10 TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞോ? നിന്റെ പണവുമായിട്ട് നീ പോവുക. ദൈവത്തിന് മുൻപാകെ നിന്റെ ഹൃദയം ശരിയല്ല, അതുകൊണ്ട് നിന്റെ മനസ്സ് ശരിയാക്കൂ. ഇന്ന് മനുഷ്യർക്ക് അങ്ങനെയുള്ള ക്യാരക്ടറില്ല. പണം കണ്ടാൽ പിന്നെ എല്ലാവരും കമിഴ്ന്നു വീഴുവാനിടയാകും. പണമൊന്നും കാണിച്ചു കൊടുത്താൽ മതി, അതിന്റെ പിറകെ പോകാനിടയാകും. പണത്തിന്റെ മോഹത്തിൽപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്, ധനവാനാകുന്നതിന് വേണ്ടി. പണം അവിടെ അടച്ച് ഇവിടെ അടച്ച്, അവിടെ ചിലവാക്കി ഇവിടെ ചിലവാക്കി പണക്കാരാകുന്നതിന് വേണ്ടി എത്രയോ ആളുകളാണ് കുഴിയിൽ ചെന്ന് ചാടുന്നത്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതിൽ തൃപ്തിയോടെ ഇരിക്കൂ. ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും ദൈവം അതിനെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കാനിടയാകും. ദൈവം നിന്റെ കരങ്ങളിലുള്ളതിനെ അനുഗ്രഹിക്കുവാനിടയും. ദൈവത്തിന്റെ സഹായത്താൽ എനിക്ക് ഫറവോന്റെ അടുക്കൽ പോകണം. ഇത്രയധികം അടിമകളായിരിക്കുന്ന ജനത്തെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് സഹായം അഭ്യർത്ഥിപ്പിച്ചു. ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ ആടുകളെ മേയ്ക്കുന്ന വടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് മതി, ഞാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ആ വടി ഉയർത്തിയപ്പോൾ ചെങ്കടൽ 2 ഭാഗമായി. ആ വടി കൊണ്ട് എത്രമാത്രം അത്ഭുതം ചെയ്തുവെന്ന് നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ തബീത എന്നൊരു സ്ത്രീയെക്കുറിച്ച് കാണാം. അവൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നവളാണ്. നിന്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് അവർ ചോദിക്കുവാനിടയായി. അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു സൂചി ഉണ്ടെന്ന്. ആ സൂചി കൊണ്ട് തബീത
മനോഹരമായ വസ്ത്രങ്ങളും കുപ്പായങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പേര് നേടുവാനിടയായി. നല്ല പേര് നേടാനിടയായി. എത്ര ആളുകൾക്കത് ഉപകാരമായി. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ആരുടെയെങ്കിലും ബട്ടൺസ് പൊട്ടിപ്പോയാൽ ഞാൻ ബട്ടൺസ് തയ്ച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബട്ടൺസൊക്കെ ആയിട്ട് അടുത്ത് വന്ന് തയ്ക്കുകയാണ്. അതിനോടൊപ്പം ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുത്തോ? ഞാൻ പോവുക. അപ്പോൾ നിൽക്കുക അവിടെ, ബട്ടൺസ് തയ്ക്കുമല്ലേ. എന്താണ്? കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനിടയായി. അവൾ നല്ല പേര് സമ്പാദിച്ചു. അവൾ മരിച്ചതായ സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട്, അയ്യോ, ഇവളെ ഞങ്ങൾക്ക് വസ്ത്രം നല്ല മനോഹരമായ തൂവാല തയ്ച്ചു വന്നിരുന്നു, കുപ്പായം തയ്ച്ചു വന്നു, മനോഹരമായ വസ്ത്രങ്ങൾ തയ്ച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അത് കണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ ജീവിക്കുവാനിടയായി. അത്ര നല്ല പേര് സമ്പാദിച്ച വ്യക്തിയായിരുന്നു അവൾ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് പറയുന്നത്? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. നോക്ക്, തബീതയേക്കാൾ എത്രയോ കഴിവുള്ളവരാണ് നിങ്ങൾ. മോശയെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയോ കഴിവുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ യുഗമായതുകൊണ്ട് ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറുണ്ട് നല്ലവണ്ണം, അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അറിയും. അതെല്ലാം യേശുവിന് വേണ്ടി ഉപയോഗിച്ചാൽ എത്രയോ അനുഗ്രഹമാണ്. എനിക്ക് ഒരുപാട് അതിശയം തോന്നിയതായ ഒരു കാര്യം ഇതാണ്. മോശയെ സുന്ദരനായിട്ട് സൃഷ്ടിച്ചു, ദാനിയേലിനെ സുന്ദരനായിട്ട് സൃഷ്ടിച്ചു. അതിൻ്റെ അർത്ഥം എല്ലാവരും വലിയവരെയെല്ലാം സുന്ദരനാക്കിയിട്ട് നമ്മെ ഒന്നിനും കൊള്ളാത്തവരാക്കിയെന്നാണോ? ഒരിക്കലുമല്ല. അവർ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് അവർ വലിയവരായിട്ട് മാറിയത്. നാം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് നാം ഇപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കുന്നു. എങ്ങനെയാണ്? ഒരു പ്രയോജനമില്ലാത്തവരായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെയായിരിക്കുന്ന യേശുവിൻ്റെ മക്കളോട് ഞാൻ അപേക്ഷിച്ചിട്ട് പറയുകയാണ്, മനുഷ്യൻ ഒരിക്കൽ മാത്രമേ യൗവനപ്രായം വരികയുള്ളൂ. പിന്നീട് നീ എത്രമാത്രം കരഞ്ഞാലും അഭ്യർത്ഥിച്ചാലും യൗവനപ്രായം നിനക്ക് വരില്ല. നിന്റെ യൗവനപ്രായത്തിൽ തന്നെ നിനക്കുള്ളതായ പ്രത്യേകത എന്താണ്, കഴിവ് എന്താണ്, നിന്റെ താലന്ത് എന്താണ്, നിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ട് അതിനെ വിശുദ്ധിയോടെ സൂക്ഷിച്ചുകൊണ്ട് അതിനെ ശ്രേഷ്ഠമായ രീതിയിൽ നീ ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഒരു നല്ല വ്യക്തിത്വം നീ വളർത്തിയെടുക്കുകയാണ് എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തിനെയും കഴിവിനെയും ശ്രേഷ്ഠതയെയും പ്രത്യേകതയെയും സൗന്ദര്യത്തെയും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ സ്വന്തമായി പേരെടുക്കുവാനോ പ്രശസ്തി നേടുവാനോ ഒന്നും ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുവാനിടയാകരുത്. നിങ്ങളുടെ പ്രശസ്തിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ പാടില്ല. ഈ ദിവസം ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു കഴിവുമില്ലാത്തവരായി ഒന്നിനും കൊള്ളാത്തവരായിട്ടുള്ളവരല്ല. നിന്നിലൊരു പ്രത്യേകതയുണ്ട്. ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ പ്രത്യേകത എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല, എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ദൈവം തന്നിരിക്കുന്നതായ കഴിവിനെ നീ അറിയുന്നില്ല. ഒരുപക്ഷെ നീ അത് ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിലും നിന്റെ ലോകത്തിന് വേണ്ടിയോ പാപത്തിന് വേണ്ടിയോ നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയോ ആഗ്രഹത്തിന് വേണ്ടിയോ ഒക്കെ നീ അറിയാതെ തന്നെ നീ ഉപയോഗിക്കുന്നുണ്ടാവാം. എന്നാൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അത് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ഒന്നും നിനക്ക് ബാക്കിയില്ല. ഇപ്പോൾ നിങ്ങളാകട്ടെ, നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ശ്രേഷ്ഠതയെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, മോശ ശിശുവായിരുന്നപ്പോൾ തന്നെ അവൻ്റെ അമ്മ അവൻ സുമുഖൻ എന്ന് കണ്ടിട്ട്, ഇവൻ സാധാരണക്കാരനല്ല, ഇവനെ കൊല്ലുവാൻ പാടില്ല, ഇവനെ നശിപ്പിക്കുവാൻ പാടില്ല, ഇവനിൽ എന്തോ ഒരു വലിയ പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് ഇവൻ നശിക്കുവാൻ പാടില്ല, അവനെ അങ്ങനെ 3 മാസം ഒളിച്ചു വെച്ചു. അവന്റെ ജീവിതത്തിലെ പ്രത്യേകത കാണുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എന്താണ്, കർത്താവിന്റെ കരങ്ങളിൽ ഒരു ഞാങ്ങണപ്പെട്ടകത്തിലാക്കി യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നൈൽ നദിയിലേക്ക് കൊണ്ടുവയ്ക്കാനിടയായി. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തു. അത് രാജകുമാരിയുടെ കണ്ണിൽപ്പെട്ടതും രാജകുമാരി അവനെ കൊണ്ടുപോയി മോശയെന്ന് പേരിട്ട് വിളിച്ച് വളർത്തിയതും അവൻ സകല ജ്ഞാനവും അഭ്യസിച്ചതും അതിനുശേഷം ദൈവം ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി അവനെ ഉപയോഗിച്ചതുമെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭയവും അപമാനവും ഒക്കെ ഉണ്ടാകും. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും നിന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറ്റാനാണെന്നും നല്ല രീതിയിൽ നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് എന്നും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് നല്ല പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുവാൻ നിന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി അനുവദിച്ചതാണെന്ന് നീ മനസ്സിലാക്കിയാൽ ഒരിക്കലും നീ വേദനിക്കേണ്ടതായ നിരാശപ്പെടേണ്ടതായ സന്ദർഭം ഇല്ല. ചില സന്ദർഭങ്ങളിൽ നിനക്ക് ദുഃഖം അറിയില്ല എങ്കിൽ ദുഃഖിക്കുന്നവരെ എങ്ങനെ ആശ്വസിപ്പിക്കും? നിനക്ക് വിശപ്പറിയില്ലെങ്കിൽ വിശക്കുന്നവരെ വിശക്കുന്നുണ്ടോ എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നീ വിശന്നിരുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വിശപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ രോഗം അനുഭവിച്ച വ്യക്തിക്ക് രോഗത്തിന്റെ ബുദ്ധിമുട്ടറിയാൻ കഴിയും. അതുപോലെ നിന്ദയും അപമാനവും ഒക്കെ ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ എത്രമാത്രം ദുഃഖമുണ്ടാകും, വേദനയുണ്ടാകുമെന്ന് അറിയണമെങ്കിൽ നിന്റെ ജീവിതത്തിലും അത് ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്. ദൈവം എന്നെപ്പോലെയുള്ളവരെ, നിന്നെപ്പോലെയുള്ളവരെ
അനേകർക്ക് ആശ്വാസമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കഷ്ടതയിൽ കൂടി കൊണ്ടുപോയി, ബുദ്ധിമുട്ടിൽ കൂടി കൊണ്ടുപോയി അനുഗ്രഹിച്ച് പരിശോധിപ്പിച്ച് നിനക്ക് സാമർഥ്യമുള്ളവനാക്കി മാറ്റി, ബലമുള്ളവനാക്കി മാറ്റി, അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടവനാക്കി മാറ്റുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ പദ്ധതി അവനുണ്ട്. ഈ ലോകം മുഴുവനും രക്ഷിക്കപ്പെടണം. അതിന് നിന്നെ വേണം, എന്നെ വേണം. എല്ലാവരെയും ദൈവം അവന്റെ പണിക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുന്ന വ്യക്തികളെല്ലാം അനുഗ്രഹീതരാക്കിയിട്ട് ദൈവം മാറ്റാനിടയാകുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി അവരുടെ ജീവിതത്തെ മാറ്റുന്നു. ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നു പോകാം. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വലിയൊരു പ്രവൃത്തി ചെയ്യുന്ന സമയമാണിത്. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കൂ, കർത്താവേ, എന്റെ ശ്രേഷ്ഠത എന്താണ്? എന്നിലെ പ്രത്യേകത എന്താണ്? എനിക്കുള്ള താലന്ത് എന്താണ്? എനിക്കുള്ള കഴിവ് എന്താണ്? കർത്താവേ, ഒന്ന് ഓർമ്മിപ്പിക്കണമേ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ എന്നിലേക്ക് നോക്കണമേ. എന്നിലെ പ്രത്യേകത എന്താണ്? എന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. ഞാൻ ലോകത്തിനു വേണ്ടി, പാപത്തിനു വേണ്ടി, പിശാചിനു വേണ്ടിയുമല്ല, എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കഷ്ടതയിൽ ആശ്വാസം പ്രാപിച്ച്, ബലഹീനതകളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് സമാധാനത്തോടെ പോകാൻ സഹായിക്കണമേ. പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. പരിശുദ്ധ ദൈവമേ, നിന്റെ ആശ്വാസത്തിന്റെ കരം നീട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകളിൽ കഷ്ടതയും നിരാശയിലുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടെ കഷ്ടത മാറ്റി നിന്റെ സാക്ഷികളാക്കി നിർത്തണമേ. നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവിധമായ പാപത്തിന്റെ ബന്ധനങ്ങളെയും അഴിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലെ കഴിവുകൾ പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിതത്തിൽ നശിച്ചു പോകുന്നതായ ആളുകളെയെല്ലാം നസറേയനായ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്ന എല്ലാ വ്യക്തികളെയും നീ എഴുന്നേൽപ്പിച്ച് നിന്റെ സാക്ഷികളായി നിർത്തിക്കൊണ്ട് നിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.